കാലത്തെ തന്നെ നേരം വിളിക്കണല്ലോ ഈശ്വര. ലോകം അവസാനിക്കാറായോ? അച്ചോടാ, ആ ചിരി കണ്ടില്ലേ? ചിരിച്ചോണ്ടിരിക്കാൻ സമയമില്ലാഞ്ഞിട്ട് നിങ്ങൾ വേഗം റെഡി നേരെ സ്കൂളിലേക്ക്. വണ്ടിക്ക് വണ്ടി, വീടിന് വീട്. എന്താ മൂഡ്, റിച്ച് മൂഡ്. സ്കൂളിൽ ഞങ്ങൾ എത്തുന്നതിന് മുന്നേ എന്നെ ടീച്ചേഴ്സും പാരന്റ്സും പിള്ളേരൊക്കെ എത്തിയിരുന്നു. ഇവർക്കൊക്കെ എന്താ കൃത്യനിഷ്ഠത. എത്തിയപാടെ ഞങ്ങൾ നേരെ കമ്മിറ്റി ഓഫീസിലേക്ക് പോയി. അയ്യോ, അവിടുത്തെ പിള്ളേ ഞങ്ങളോടത്ത് ഫുഡ് കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ അമ്മ വീട്ടിൽ നിന്ന് പറഞ്ഞാ വിട്ട പാപ്പം കഴിക്കാതെ ഒരു പണിയെടുക്കരുത്. ഛേ, വന്നപ്പോ തന്നെ കടന്നു പോയല്ലോ. നല്ല ഐശ്വര്യം. കറണ്ട് പോയാൽ നമുക്കെന്ത്, നേരെ ദോശയും സാമ്പാറും ചമ്മന്തം കയറ്റി ഇലയും മടക്കി ബാഡ്ജും കുത്തി പോണ വഴി ഒരു തക്കുടേനെയും കളിപ്പിച്ച് പിള്ളേരെല്ലാം വണ്ടിയിൽ വാരി കൂട്ടി നേരെ സ്റ്റേജിലേക്ക് വിട്ടു. മൊത്തം 34 സ്റ്റേജ് ഉണ്ടായിരുന്നേരെ ഇന്ന് എനിക്ക് 27ാമത്തെ സ്റ്റേജാണ് നോക്കേണ്ടിരുന്നത്. അടുത്ത് മാറി നിൽക്കും മാറും കളിക്കാരി. ഞാൻ ചെന്നില്ലെങ്കിൽ നിങ്ങളുടെ ഒരു കളിയും നടക്കില്ല. അങ്ങനെ ടീച്ചേഴ്സും റെഡി, സ്റ്റേജും റെഡി, ഞാനും റെഡി. അങ്ങനെ പരിപാടി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചക്കത്തെ പാപ്പം വന്നു. അതൊക്കെ ഒതുക്കി വീണ്ടും മെയിൻ പരിപാടി തുടങ്ങി. ഈ ഒരേ ഐറ്റം തന്നെ 1 2 3 34 ടീംസിന്റെ കണ്ട്. അതിന്റെ മടുപ്പ് എന്റെ മൂഞ്ചിൽ നല്ലപോലെ കാണാം. അവസാനം പരിപാടിക്ക് എങ്ങനെയൊക്കെയോ തീർന്നു. നമ്മുടെ CBSE കലോത്സവം സ്റ്റേറ്റിന്റെ അത്രയ്ക്ക് അങ്ങോട്ട് വരത്തില്ല. റിസൾട്ട് പറഞ്ഞ സമയത്ത് അടിയിടിക്കാൻ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. സംഭവം ക്ലീൻ. അങ്ങനെ ഇന്നത്തെ ലാസ്റ്റ് പാപ്പം കഴിച്ച് ഞാനും സൈഡായി.